പാർട്ട് ടൈമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറച്ചൊന്ന് വരുമാനം കിട്ടുക അല്ലെങ്കിൽ പോക്കറ്റ് മണി കിട്ടുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും ഒക്കെ വളരെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് പാർട്ട് ടൈം ഇൻകം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വരുമാന സ്രോതസ് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. ഇന്ന് ഈ പറഞ്ഞ ടോപ്പിക്കിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ടൈമായി എങ്ങനെ ഇൻകം കണ്ടെത്താം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വരുമാന സ്രോതസ് എങ്ങനെ കണ്ടെത്താം, അതിനൊക്കെയുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിചാരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് നിശ്ചിത ഒരു വരുമാനം ആണ് സാലറി എന്ന് പറയുന്നത്. ഈ ഒരു സാലറിയിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം, മാസത്തിൽ ഇത്ര മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു 25,000 രൂപയാണ് നമ്മുടെ സാലറി എന്ന് വെച്ചോളൂ. എല്ലാ മാസവും നമ്മൾ പ്രത്യേകിച്ച് ലോസ് ഓഫ് പേ ഒന്നും വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ 25,000 രൂപ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വരുമാനം എന്താണോ അതിനനുസരിച്ചുള്ള ചെലവുകളും ഇതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. 25,000 ആണെങ്കിൽ ഒരു പക്ഷേ 23,000 രൂപ വരെയും നമ്മൾ ചെലവഴിക്കാറുണ്ട്. അപ്പോൾ അധികമായിട്ടൊരു വരുമാനം കിട്ടാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു അധിക വരുമാനം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. എന്ത് ചെയ്യാം, സമയമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാമെന്ന് വലിയൊരു ആശങ്കയിലും ആ ഒരു ആശയക്കുഴപ്പത്തിലും ഒക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക അല്ലെ. സ്കൂൾ കുട്ടികളും അതെ, കോളേജ് സ്റ്റുഡൻസും അതെ, നമുക്കും പലതും ചെയ്യാൻ സാധിക്കില്ലേ എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സമയത്ത് യെസ്, നിങ്ങൾക്കും ഇതിന് കഴിയും, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഒരു ജോലിയുള്ളവരോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആയാലും ഒരു അധിക വരുമാനം നമുക്ക് കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ എക്സ്പെൻസ് അതിൽ തന്നെ കവർ ചെയ്ത് പോയാലോ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടന്റ് റൈറ്റർ ആയിട്ട് മാറാം അല്ലെ. ഒരു ബ്ലോഗർ ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് കാശോ ചിലവോ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിലവിൽ ഒരുപാട് കമ്പനികളും സർവീസസും വ്യക്തികളും അവരെക്കുറിച്ചുള്ള പ്രൊമോഷണൽ ആർട്ടിക്കിൾ മറ്റൊരു വ്യക്തി എഴുതി തരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പബ്ലിക് റിലേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഒരുപാട് വോളണ്ടിയറിംഗ് ആയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ സർവീസ് എന്ന് പറയും, ഒരു കണ്ടന്റിന് ഇത്ര എന്നുള്ള രീതിയിലൊക്കെ വെബ്സൈറ്റ് കണ്ടന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ എല്ലാവരും ഇങ്ങനെ തിരയാറുണ്ട്. ഒരുപാട് സാധ്യതയുമാണ് അതിനുള്ളത്. അവസരങ്ങൾ ഇങ്ങനെ ഒരുപാടാണ്. എഴുതാൻ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മുടെ പ്രാദേശിക ഭാഷയിലും എല്ലാം നമുക്ക് ഒരുപാട് എഴുതിക്കൊണ്ട് തന്നെ നേടാനായിട്ട് സാധിക്കും. കണ്ടന്റ് റൈറ്റർ ആവുക എന്നുള്ളത് നമുക്കൊരു പാർട്ട് ടൈം ഇൻകം കിട്ടാനുള്ള ഏറ്റവും മികച്ച ഒരു വരുമാനം തന്നെയാണ്. അതൊരു സ്കൂൾ കുട്ടിക്കായാലും കോളേജ് സ്റ്റുഡൻറ്റിനായാലും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയിൽ എക്സ്ട്രാ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള ഒരു ജോലി നമ്മൾക്കൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിലായാലും ഇൻസ്റ്റയിലായാലും, അതല്ല എന്നുണ്ടെങ്കിൽ ജോബ് സൈറ്റിലായാലും FBയിലായാലും ഒക്കെ കണ്ടന്റ് റൈറ്റേഴ്സ് വേണം എന്നുള്ള തരത്തിൽ ഒരുപാട് ഇങ്ങനെ ആഡൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കുള്ള പാർട്ട് ടൈം ഇൻകം ചിലപ്പോൾ ആ ഒരു ജോബ് വഴി നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ നല്ലൊരു കാര്യമല്ലേ അത്. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ? ടേക്ക് പെയ്ഡ് സർവീസ്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു യൂട്യൂബ് ഒക്കെ സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സർവേയിൽ പങ്കെടുക്കൂ, ഇത്ര എമൗണ്ട് മേടിക്കൂ, വോയിസ് ഓവർ നൽകൂ, ഇത്ര എമൗണ്ട് മേടിക്കൂ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ ജെന്യൂൻ ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഫ്രോഡുലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ്. ഒരുപാട് പെയ്ഡ് സർവീസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മൾ ആ ഒരു പെയ്ഡ് സർവേ കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 2 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു ദിവസം തന്നെ നമുക്കൊരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50ഓ 25ഓ ഒക്കെ സർവീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് സർവീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. സർവീസിന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഓരോ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉത്തരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാശാണ്. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് പാർട്ട് ടൈം ആയിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഒരു അധിക വരുമാനം വേണം എന്നുള്ളവർക്ക്. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഫോർ സ്മോൾ റിട്ടേൺ. ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു വിഷു കൈനീട്ടമായിട്ട് ഒരു 500 രൂപയായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് എമൗണ്ട് കിട്ടി, ഈ ഒരു 10,000 രൂപ സ്കോളർഷിപ്പ് ആയിട്ട് നമുക്ക് കിട്ടി, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10,000 രൂപ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ റിട്ടേൺ ഒക്കെ വന്ന് തുടങ്ങിയാലോ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ റിട്ടേൺ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു അധിക വരുമാനമാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ഇൻകം ആണ് എന്നുള്ള തരത്തിൽ അതിനെയും നമുക്ക് ഒരു നല്ല ഓപ്ഷനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്ന് ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അധിക വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം തന്നെയാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ?
അതായത് അസറ്റിൽ നിന്നും നമുക്ക് ഇൻകം കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ കാശ് എന്ന് പറയുന്നത് ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പലപ്പോഴും ഷോ ഓഫ് കാണിക്കാനും ഒക്കെ ആയിരിക്കും അല്ലേ? നമ്മൾ കാശ് ഒരുപാട് നമ്മുടെ കയ്യിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാർ, ഇപ്പോൾ ഉള്ള കാറിനെ മാറ്റിയിട്ട് ഒരു നല്ല കാർ വാങ്ങണം എന്ന് വിചാരിക്കും. കാർ സത്യത്തിൽ ഒരു അസറ്റ് ആണോ? അതൊരു വലിയ ചോദ്യമാണല്ല. അല്ല എന്നുള്ളതാണ് ഉത്തരം. എങ്കിൽ പോലും നമുക്ക് കാറിനെ ഒരു അസറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? റെന്റഡ് കാർ സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളൊരു കാർ വാങ്ങിയിട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വല്ലപ്പോഴും മാത്രമേ അതിൽ നിന്ന് ഉപയോഗമുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് റെന്റഡ് സർവീസ് അങ്ങ് കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമുക്കൊരു അധിക വരുമാനമായിട്ടിരിക്കും. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ ലീസ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. നമുക്കൊരു വീടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 നിലയുള്ള ഒരു വീടാണ് നമുക്കുള്ളത്. നമുക്കൊരു 2 നിലയുള്ള വീടുണ്ട് എന്ന് കരുതുക. അതിന്റെ താഴത്തെ നിലയിൽ മാത്രമാണ് നമ്മൾ താമസിക്കുന്നത്, മുകളിലത്തെ നില വെറുതെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും റെന്റിന് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അധിക വരുമാനം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിൽ അസറ്റിൽ നിന്ന് നമുക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാശ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അസറ്റ് നേടാനും ആ അസറ്റിൽ നിന്ന് അധിക വരുമാനം നേടുവാനും വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വിർച്വൽ അസിസ്റ്റന്റ്. വിർച്വൽ അസിസ്റ്റന്റ് ആകാനായിട്ട് കഴിയുക. അതായത് ഈ ഒരു കോവിഡ് ടൈമിലൊക്കെയാണ് ഇങ്ങനെ ഒരു ജോബ് കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയത്. നമുക്കതൊരു അധിക വരുമാനമായിട്ട് തന്നെ വെക്കാം. കാരണം പല പല കമ്പനിയിലും അല്ല എന്നുണ്ടെങ്കിൽ പല പല ഓണേഴ്സിന്, മാനേജിങ് ഡയറക്ടേഴ്സിന്, പല പല മാനേജേഴ്സിന് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയണം എന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റൊരു വ്യക്തിയെ ഹയർ ചെയ്തുകൊണ്ട് വിർച്വൽ അസിസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട്, അവർക്കൊരിക്കലും കമ്പനിയിൽ വരേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു വിർച്വൽ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണുള്ളത്. പക്ഷെ അവർക്ക് അത്യാവശ്യം നല്ലൊരു പേ തന്നെയാണ് ആ ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു 15,000 ഒക്കെ രൂപ കിട്ടും. അവർക്ക് അവരുടെ ഒരു മീൻ ടൈം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ഫ്രീ ടൈമിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. അവരുടെ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈമിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വിർച്വൽ അസിസ്റ്റന്റ് ചെയ്യുന്നത്. അതായത് ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വിർച്വൽ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന സ്രോതസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമുക്കറിയാം ഈ ഒരു വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും. ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ്, വിർച്വൽ അസിസ്റ്റന്റിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് സ്കൂൾ കുട്ടികൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ, സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ തീർച്ചയായും +2 ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് ഒരു കോളേജ് എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻസിനാണ്. അവർക്ക് പോക്കറ്റ് മണി ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വിർച്വൽ അസിസ്റ്റന്റ് ആയി പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ താൻ വിർച്വൽ അസിസ്റ്റന്റ് ആയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു എക്സ്പീരിയൻസും അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അധിക വരുമാനം നേടാനുള്ള മാർഗങ്ങളിൽ ഒരു മികച്ച മാർഗം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഫ്രീലാൻസ് റൈറ്റേഴ്സ് ആവുക. ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റിലെ കണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല, മറിച്ച് നമുക്ക് ഈ പറയുന്ന പബ്ലിക്കേഷൻസിൽ, ന്യൂസ് പേപ്പേഴ്സിൽ, മാഗസീൻസിലൊക്കെ നമ്മുടെ കണ്ടന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുക. ഏതെങ്കിലും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിനെ കണ്ടെത്തിയിട്ട് തനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ താൻ ഇങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ, ഇങ്ങനെ ഒരു കണ്ടന്റ് എഴുതിക്കോട്ടെ, ഞാൻ ആദ്യം തരാം, അതിന് അത്യാവശ്യം നല്ല വായനക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ നമുക്ക് ചോദിച്ചിട്ട് ഒരു ഫ്രീലാൻസ് റൈറ്റർ ആവുക. നല്ല രീതിയിൽ വായിക്കുക, നല്ല രീതിയിൽ വായനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഴുതാനുള്ള ഒരു ദാരിദ്ര്യം വരില്ല, എഴുതാനുള്ള ആശയദാരിദ്ര്യം വരില്ല. ആശയദാരിദ്ര്യം വരാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനായിട്ട് സാധിക്കും. മാഗസീൻസിലെ കഥയോ കവിതയോ ഒക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അത്തരത്തിലൊക്കെ നമുക്ക് കാശ് കിട്ടാനുള്ള ഒരു വരുമാനം അവിടെ തന്നെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ഹോം ബേസ്ഡ് ബിസിനസ് ചെയ്യുക. അതായത് നമുക്ക് ഒഴിവ് സമയത്ത് ഒരു നല്ലൊരു കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ കട്ട്ലറ്റോ ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുക. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ ചെയ്യാം അല്ലേ? തയ്ക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ തയ്യൽ പഠിച്ചിട്ടുള്ളവർക്ക് തയ്യൽ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരധിക വരുമാനം തന്നെയാണ്. അതൊരു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം അധിക വരുമാനം എന്നുള്ള രീതിക്ക് ചെയ്യാനായി സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ മികച്ചൊരു സ്റ്റിച്ചിങ് സെൻറ്റർ കണ്ടെത്താനോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മികച്ച സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ വേണം എന്ന് പറയുമ്പോഴും ഒക്കെ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിന്ന് നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ടൈം ആയിട്ട് അങ്ങനെ ഒരു സർവീസ് ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആയിട്ട് തന്നെ മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഓൺലൈൻ കോഴ്സസ് ചെയ്തുകൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കും.
ഈ പറഞ്ഞ പോലെ യുഡമിയിലായാലും ഒക്കെ കോഴ്സ് ഇൻസ്ട്രക്ടേഴ്സിനെ ഒക്കെ വിളിക്കാറുണ്ട്. യുഡമി ആയിക്കൊള്ളട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. അവിടെ കോഴ്സസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ കോഴ്സ് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ധാരാളമുണ്ട്. അവരോട് ആദ്യം പറയുക, എനിക്കിങ്ങനെ ഒരുപാട് മികച്ച കോഴ്സിനുള്ള ആശയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങനെ ഒരു 10 മോഡ്യൂളുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്ത് തന്നോട്ടെ, അതിന് അത്യാവശ്യം റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ അതിന് അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു ജോബ് തരൂ. ഇല്ലെങ്കിൽ തന്നെ സാരമില്ല, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത്, നിങ്ങളുടെ റീച്ചിനനുസരിച്ചിട്ട്, നിങ്ങളുടെ കോഴ്സിൻ്റെ റീച്ചിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒന്ന് പ്രവർത്തിക്കാമെന്നുള്ള തരത്തിൽ ഒരുപാട് അവസരങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ലേണിംഗ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് മികച്ച അവസരങ്ങൾ കണ്ടെത്താനായി ശ്രമിക്കുക. അത് നല്ലൊരു മാർഗം തന്നെയാണ്. വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മാർഗം തന്നെയാണ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ വളരെ സൗജന്യമായി നമുക്ക് കഴിയുന്ന തരത്തിൽ നല്ലൊരു സ്മാർട്ട് ഫോണിൽ അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു വെബ് ക്യാമറ കണക്ട് ചെയ്ത സിസ്റ്റം വഴി നല്ലൊരു കോഴ്സ് എടുക്കുക, എന്നിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുക, അതിന് റീച്ച് വരിക, ആ റീച്ചിൽ നിങ്ങൾ കോഴ്സ് ഇൻസ്ട്രക്ടറായി മാറുക, എന്നിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതും നല്ലൊരു മാർഗമാണ് നമുക്ക് അധിക വരുമാനം നേടാൻ. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ബൈ ആൻഡ് സെൽ ഓൺ ആപ്പ്. ഇപ്പോൾ നമുക്കറിയാം, മീഷോ പോലുള്ള ആപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെല്ലിംഗ് ഓപ്ഷൻസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സും സർവീസസും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് വിൽക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുക, എന്തൊക്കെയാണ് നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ആ ഓപ്പർച്യൂണിറ്റീസിനെ ഒക്കെ ഒന്ന് സീക്ക് ചെയ്യുക. ആമസോണിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മീഷോയിലാണെങ്കിലും സ്വിഗ്ഗിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ സെല് ചെയ്യാനും സർവീസിനെ സെല് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ₹1 പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് സെല് ചെയ്യാനായിട്ട് ധാരാളം അവസരങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പണ്ടുള്ള കാലത്തെ പോലെയല്ല, ഇന്നൊരു ലേണിംഗ് നമുക്കറിയാം. അല്ല എന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റുള്ള ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പല പല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അധിക വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അധിക വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന, നിലവിൽ ജോലിയുള്ളവർക്കോ അതല്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ കോളേജ് കുട്ടികൾക്കോ ഒക്കെ അധിക വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തിക സാക്ഷരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ മണി മലയാളം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. മാത്രമല്ല, ഇന്ത്യൻ മണി മലയാളം യൂട്യൂബ് ചാനലിലൂടെ ഏതെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങളുമായി സംവദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തിൽ വിടവാങ്ങുന്നു. ഞാൻ വിദ്യ നായർ. നന്ദി.